വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ 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 സ്പെഷ്യൽ വീഡിയോ ആണ്. പ്രാണിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഓക്കെ, ആൻഡ് ദ ഹൈലൈറ്റ് ഇസ് പ്രവീൺ ഇവിടെ ഇല്ല. പ്രവീൺ സ്റ്റിൽ നാട്ടിലാണ്, വന്നിട്ടില്ല. ഹോപ്പ്ഫുള്ളി 2-3 ദിവസത്തിനുള്ളിൽ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലായിരുന്നു. അപ്പോൾ വി തോട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാം. ജസ്റ്റ് ഞങ്ങൾ 3 ആളും വെച്ചിട്ട് മാത്രം ഒരു ചെറിയ സെലിബ്രേഷൻ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് എന്തോ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ ഗൈസ്? ഞാനിന്ന് എന്താ ഉണ്ടാക്കുന്നത് പറയൂ പ്രാൺ? ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും പരീക്ഷിക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാൻ പോകുന്നത് ഇവരെ രണ്ടാളാണ്. ഇവർ രണ്ടാളും കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ കഴിക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇന്നലെ പോയി കേക്കൊക്കെ മേടിച്ചു. അപ്പം നാളെയാണ് ആക്ച്വലി ബർത്ത്ഡേ. അപ്പം നാളെ വർക്കിംഗ് ഡേ ആണ്. ഇവർക്കൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓൾറെഡി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് സ്റ്റാർട്ടിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കണം ഗൈസ്. ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. ഓക്കെ, അപ്പോൾ കേക്ക് മുറിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നാളെ നമുക്ക് കേക്ക് മുറിക്കാം. ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നാളെ നമുക്ക് ബിരിയാണി കഴിക്കാം. ഇതൊക്കെ നാളത്തേക്കും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 2 ദിവസം അടിച്ചു പോകാം. 2 ദിവസമായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, സോ പിന്നെന്താ പ്രാണേ, നിന്റെ ബർത്ത്ഡേ ആയിട്ട് നീ ഒന്നും പറയുന്നില്ല. വാട്ട് ഈസ് ദിസ്? പറ എന്തെങ്കിലും. 16 ഇയേഴ്സ് ആയി ഗൈസ്. 16 വയസ്സായി. എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല ഗൈസ്. ഇപ്പോഴും അമ്മ 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 എന്ന് പറഞ്ഞ് പുറകെ നടക്കും. ഓക്കെ, അതല്ലാണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ടു യു മിസ് അച്ഛൻ? ഇപ്പം പ്രാണാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അമ്മ ബിരിയാണി വേണ്ട എന്നാണ് അവൻ പറഞ്ഞത്. ബിക്കോസ് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. പ്രവീണിൻ്റെ കാര്യം വെരി ബാഡ് കുക്കിംഗ് എന്നല്ല, ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, പോടിയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പ്രവീണോടൊക്കെ ചോദിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അറിയത്തില്ല ഗൈസ്, നമുക്ക് നോക്കാം പറ എന്തെങ്കിലും പറ. നിന്റെ ബർത്ത്ഡേ ആയിട്ട് നീ ഒന്നും പറയുന്നില്ല. വാട്ട് ഇസ് ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കാണാം. ആസ് ഐ ടോൾഡ്, ബിരിയാണി ഉണ്ടാക്കുന്ന ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കുളം ആയാലോ, ഇനി ഞാൻ ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിലോ വെറുതെ നിങ്ങൾ ഇനിയും കളിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബിരിയാണി ഉണ്ടാക്കുന്ന ഇതിലാണ് അങ്ങനെ തരാമേ. ഇതാ എല്ലാ സംഭവങ്ങളും ഇതൊക്കെ പാക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാം. ചിക്കൻ പകുതി വേവിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ബിരിയാണി ഇനി ആ ഒരു കലക്കും. പ്രവീൺ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോക്കുന്നുണ്ട് എന്തായി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അയ്യോ പുക കണ്ട. ബിരിയാണി മസാല ഈസ് റെഡി. ഇനി നമ്മൾ അരി ഇടണം. ചോറിനുള്ള അരിക്കുള്ള വെള്ളം ഇട്ടിട്ടുണ്ട്, വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇന്ന് ബിരിയാണി നമുക്ക് സംഭവമാക്കണം ഗൈസ്. അപ്പം ഗൈസ്, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പൊട്ടിച്ച് നോക്കാം ബിരിയാണി ആയോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, പ്രാണി ഇതൊന്ന് പിടിക്കണേ. അപ്പം ഗൈസ്, നമുക്ക് നോക്കാം ബിരിയാണി സെറ്റായോ ഇല്ലയോ എന്ന് നോക്കാം. അരേ വാഹ്, ക്യാ ബാത് ഹേ, ക്യാ ബാത് ഹേ. നമുക്കൊന്ന് ഇളക്കി നോക്കാം ഗൈസ്. അടിപൊളി മണമൊക്കെ വരുന്നുണ്ടോ പ്രാണേ? നല്ലോണം. ഓ വാവ് ഗൈസ്, നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഞാൻ അപ്പോൾ വിളമ്പട്ടെ. മുട്ടയുണ്ട്. സാലഡ് എടുത്തില്ല, കാരണം ഇവർക്ക് സാലഡ് ഇഷ്ടമല്ല. സോ എനിക്ക് മാത്രമായിട്ട് സാലഡ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കിയില്ല. നല്ല മണം വരുന്നുണ്ട് ഇല്ലേ പ്രാണേ?
നല്ല മണം. അടിപൊളി മണം വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, പപ്പടം ഇവർക്ക് ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ വെറുതെ മേടിച്ച് ഞാൻ പിന്നെ അല്ല ഇതെല്ലാം കഴിക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി പ്രാണിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ, സോ അവൻ കഴിച്ചിട്ട് അവൻ്റെ റിവ്യൂ നമുക്ക് എടുക്കാം, ഫുഡ് റിവ്യൂ. ഓക്കെ, അപ്പോൾ ഗൈസ് പ്രാൺ കഴിക്കാൻ പോവാണ്. ബർത്ത്ഡേ പോയി കഴിക്കട്ടെ. എന്തുവാടി പോയിടുന്നു? എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുറവുണ്ടാവോ? എന്തെങ്കിലും കൂടുതലുണ്ടോ? അച്ഛൻ ഉണ്ടാക്കുന്നതാണോ ഞാൻ ഉണ്ടാക്കുന്നത്? അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. നീ അച്ഛൻ ഉണ്ടാക്കുന്ന മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നല്ലേ കഴിക്കുന്നേ. എടിയാടെങ്ങനെ. സോ ഹൗ ഇസ് ദ ബിരിയാണി? നിനക്ക് ഇഷ്ടമായോ? അച്ഛൻ്റെ ഹെൽപ്പ് ഇട്ടിട്ടാണ് അമ്മ ചെയ്തത്. അത് ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഹെൽപ്പ് ഉണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെന്ന്. And this is very tasty. You need to try it. Very super. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് റിയയ്ക്ക് ഞാൻ വാരി കൊടുക്കുകയാണ് ആസ് യൂഷ്വൽ. ഓക്കെ, അപ്പോൾ എന്ത് മതി എങ്ങനെയുണ്ട് റിയമ്മ? ചിക്കൻ എങ്ങനെയുണ്ട്? സൂപ്പറാ? സത്യം പറഞ്ഞാൽ സൂപ്പറാണ് ഗൈസ്. ഞാനും ഇപ്പോൾ ഒരു വായ ഒന്ന് ഇട്ട് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ്. സോ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഓക്കെ, നല്ല ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ. ഒരു രക്ഷയില്ല. ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല മസാലക്കൊക്കെ നല്ല ടേസ്റ്റ്. സൂപ്പർ സൂപ്പർ. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട്. ഹായ് ഗൈസ്, നമ്മുടെ പ്രാണിൻ്റെ ബർത്ത്ഡേ കേക്കാണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു പ്രാൺ, ഹാപ്പി ബർത്ത്ഡേ ടു യു. യേ അപ്പോൾ ഗൈസ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. പ്രവീണിനെ ആ സമയത്ത് വിളിച്ചു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്. കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നില്ല കേക്ക്? നല്ല കേക്കായിരുന്നു. അങ്ങനെ കേക്ക് മുറിച്ചു. നാളത്തേക്കും കൂടി കേക്കുണ്ട്, നാളത്തേക്കും കൂടി ബിരിയാണിയും ഉണ്ട്. അപ്പം പിന്നെ ഇന്നും നാളെയും നമ്മൾ അടിച്ചു പൊളിച്ചു. ഓക്കെ, പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഗൈസ്. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ ബൈ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Yeah. Good morning. എണീക്ക് പ്രാണേ, No. സ്കൂളിൽ പോണ്ടേ? എണീക്ക് പറയാ. No. I'm not going to school. നെയ്യാടി School is over. I can sleep again. പ്രാൻ ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു പ്രാൺ. Happy birthday to Tita. ഇവിടെ നോക്കേ, ഇവിടെ നോക്കേ, ഇതാരോ നോക്കേ. Okay guys, come on, let us go. Appa guys, birthday boy is getting ready for school. കളർ ഡ്രസ്സ് ഒന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞു. വലിയ പിള്ളേരായപ്പോഴേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ നാണം ഇച്ചീച്ചി തോന്നുന്നു. ഇച്ചീച്ചി അതുകൊണ്ട് യൂണിഫോം ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ചോക്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സമയം ലേറ്റായി, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പോയിട്ട് വന്നിട്ട് പറയാം ഗൈസ്, കാണാൻ സമയം ഇല്ല. എടാ നീ എന്തുവാണ്, എനിക്കൊന്നും എത്തുന്നില്ലല്ലോ ഡേ. അതെ, ബാക്കി എന്തെങ്കിലും കൊണ്ടുവരണം. നമുക്ക് ഇവിടുന്നുണ്ട്. അത് ബാഗിൽ വെച്ചാൽ ഒന്നാതെ വെയിറ്റ് ആണ് ബാഗിന്. ഇന്ന് ബർത്ത്ഡേ അല്ലേ,
അതുകൊണ്ട് വെറുതെ ഞാനും പോവാന്ന് വിചാരിച്ചു. ചുമ്മാ ഈ വാതിക്ക വരെ ഞാൻ പോകത്തുള്ളൂ, അത് ഞാൻ പോകത്തില്ല. ബർത്ത്ഡേ ബോയ്, ഹാപ്പി ബർത്ത്ഡേ. അല്ല ഇനി കട്ട് ചെയ്ത് തരാൻ വേണമെങ്കിൽ. വെള്ളം വേണോ? സോ ഗായ്സ്, നമ്മുടെ ബർത്ത്ഡേ ബോയ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. എടാ കൊണ്ടുപോയത് എന്തെങ്കിലും ബാക്കിയുണ്ടോ? ചോക്ലേറ്റ് അപ്പടി നീ തിന്നാ? അപ്പൊ ആ കിറ്റ്കാറ്റിന്റെ ഇതോ? ഞാനതൊരു സ്പെയറിന് വേണ്ടി തന്നത്, അതും നീ തീർത്താ? സത്യം പറയടാ, നീ അല്ലേടാ തിന്ന് തീർത്ത്? സിൽവ മാമിന് കൊടുത്താ? അപ്പൊ നീ ഒന്നും കൊണ്ടുവന്നില്ല? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? പിന്നൊന്നില്ല. അയ്യടാ, ഇത് കണ്ടോ ഗൈസ്, കേക്കിൻ്റെ അവസ്ഥയാണ് ഇത്. ഇവൻ്റെ പ്രാണിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് കേക്ക് ഈ ഒരു പരുവത്തിലാക്കി തന്നിട്ടുണ്ട്. വെരി നൈസ്. ഇനി എന്താ പരിപാടി? എന്താ അറിയാ പരിപാടി? എങ്ങനെ പോയത് വല്ലതും പഠിക്കടി. ഓക്കെ ഗൈസ്, പിന്നെ കാണാവേ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഫുള്ള് ഫുഡ് അടിയാണ്. ഡയറ്റൊക്കെ ഒരു അയ്യോ എൻ്റെ നരച്ചും കൂടി കാണാതെ, അയ്യോ ആരും കാണണ്ട. ഡയറ്റൊക്കെ എന്താ പറയാ, ആകെ കുളമായിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ നടക്കാനായിട്ട് പോവാണ് ഗൈസ്. കണ്ടോ എൻ്റെ നരച്ച മുടി? യാ അഗ്ലി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇന്നിപ്പോൾ കണ്ടല്ലോ, വർക്കിംഗ് ഡേ, പിന്നെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തത്. കേക്ക് മുറി, ബിരിയാണി ഉണ്ടാക്കി. ഇന്നിപ്പോൾ പ്രാണിൻ്റെ ഫ്രണ്ട്സ് വന്ന് കേക്കൊക്കെ കഴിച്ച് അടിപൊളിയാക്കി. പിന്നെ പ്രാൺ സ്കൂളിൽ പോയപ്പോൾ എല്ലാവരും വിഷ് ചെയ്ത് അടിപൊളിയാക്കി അല്ലേ പ്രാൺ? സർ ബർത്ത്ഡേ, ഇനിയും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല ഗൈസ്, അത് ഞാൻ കൊടുക്കും പ്രവീൺ വന്നു കഴിഞ്ഞിട്ട്. യെസ്, വി ഹാവ് എ പ്ലാൻ. സോ പ്രാൺ ഒരു ഗിഫ്റ്റ് എന്താ പറയുക കണ്ടുവച്ചിട്ടുണ്ട്. അത് നമ്മൾ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലേ പ്രാൺ? സോ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു പറഞ്ഞേ. താങ്ക് യു ഗൈസ്. എന്ത് വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്കിനി ഒരു വേറെ വീഡിയോയിൽ കാണാം. അതായത് ബൈ ബൈ.